എല്ലാവർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 എക്കണോമിക്സിൽ ഇനി വരാൻ പോകുന്ന മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കേണ്ടതെന്ന് പറയുന്ന ടോപ്പിക്സാണ് പറയുന്നത്. ഈ ടോപ്പിക്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്കൊരു 70 അതായത് ഇന്ത്യൻ എക്കണോമിക്സും കൂടി പഠിച്ച് ഈ ടോപ്പിക്സും കൂടി നോക്കിയാൽ നമുക്കൊരു 70 മാർക്കോളം തന്നെ ഒപ്പിക്കാൻ പറ്റും എക്കണോമിക്സിന്. അപ്പം ഫസ്റ്റ് ചാപ്റ്ററിൽ എക്കണോമിക്സിൽ നമ്മൾ നോക്കേണ്ടത് വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതാണ്. 2 മാർക്കും ചോദിക്കും. എന്താണ് സാംഖികം എന്നുള്ളത്? മലയാളം കുട്ടികൾ അങ്ങനെ പറയുക, സാംഖികം എന്നാൽ എന്തെന്ന് ചോദിക്കും 2 മാർക്കിന്. മറ്റൊന്നാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. 4 മാർക്കിനും 3 മാർക്കും ചോദിക്കുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. അതായത് നമ്മുടെ ഈ എക്കണോമിക്സിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖ്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നോക്കിയിട്ടുണ്ടാവണം. അതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ടത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ ഫസ്റ്റ് പാഠത്തിൽ അതാണ് നോക്കേണ്ടത്. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടതാണ് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം. അതായത് പ്രാഥമിക തത്വവും ദ്വിതീയ തത്വവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എന്തിട്ടുണ്ടാവണം, നോക്കിയിട്ടുണ്ടാവണം. അതായത് പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രാഥമിക തത്വം എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നോക്കിയിട്ടുണ്ടാവണം. ഒരു 4 മാർക്കിന് അതിൻ്റെ വ്യത്യാസം ചോദിക്കാറുണ്ട്. പിന്നെ 4 മാർക്കിന് തന്നെ വരുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. അതായത് ഒരു നല്ല ചോദ്യാവലിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. സെക്കൻഡ് ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററിലാണ് ഈ ടോപ്പിക്ക് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. അതായത് പ്രാഥമിക തത്വം ശേഖരിക്കാനുള്ള രീതികൾ, 3 രീതികൾ പറയുന്നുണ്ടല്ലോ. ആ രീതികളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് നോക്കണം. 5 മാർക്കിന് തന്നെയാണ് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ 5 മാർക്കിന് ചോദിക്കാറുണ്ട്. മറ്റൊന്നാണ് 2 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് പൈലറ്റ് സർവേയെ കുറിച്ച് ചോദിക്കും. മലയാളത്തിലും പൈലറ്റ് സർവേനെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. മറ്റൊന്ന് 4 മാർക്കിന് ചോദിക്കുന്ന ചാൻസുള്ളൊരു ക്വസ്റ്റ്യനാണ് സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ. സെൻസസും സാമ്പിൾ സർവേ, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ അങ്ങനെ ചോദിച്ചാൽ എഴുതേണ്ടത്. പിന്നെ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് പഠിച്ചിട്ടുണ്ടാവണം. സാമ്പിളിംഗ് രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇത് വരുന്ന 3ാമത്തെ ചാപ്റ്ററിലാണ്. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, വിവിധ തരം വർഗീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് 4 മാർക്കിന് ചോദിക്കും. 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വേരിയബിൾസിനെ കുറിച്ച്, ചരങ്ങൾ, അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട് ചരങ്ങളെക്കുറിച്ച്. മറ്റൊന്നാണ് ഒരു പ്രോബ്ലമാറ്റിക് ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ആവൃത്തി വിതരണം. അതേപോലെ തന്നെയുള്ള മറ്റൊരു ടൈപ്പ് പ്രോബ്ലമാറ്റിക് ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഫ്രീക്വൻസി അരേ, ആവൃത്തി നിര. ഇത് രണ്ടും നോക്കണം. നമ്മൾ പ്രോബ്ലംസ് പ്രത്യേകം ചെയ്യും. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ഫ്രീക്വൻസി അരയും നോക്കണം. അതായത് ആവൃത്തി വിതരണവും ആവൃത്തി നിരയും നോക്കണം. മറ്റൊന്നാണ് പാർട്സ് ഓഫ് എ ടേബിൾ. അതായത് ഒരു പട്ടികയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടാവണം. ബാർ ഡയഗ്രാം, മലയാളത്തിലും ബാർ ഡയഗ്രാം തന്നെയാണ് പറയുന്നത്, അത് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാവണം. മറ്റൊന്നാണ് പൈ ഡയഗ്രാം, മലയാളത്തിലും പൈ ഡയഗ്രാം തന്നെയാണ് പറയുന്നത്, അതും വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാവണം. ഹിസ്റ്റോഗ്രാം, അതും വരയ്ക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് ഫ്രീക്വൻസി പോളിഗൺ, ആവൃത്തി ബഹുഭുജം, അതും എന്ത് ചെയ്യണം, വരയ്ക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് ഒജീവ്, ജീവൻ തന്നെയാണ് മലയാളത്തിൽ പറയുന്നത്, അതും നിങ്ങളൊന്ന് വരയ്ക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടാവും. മറ്റൊന്നാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 8 മാർക്കിന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരാറുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിൽ 5ാമത്തെ ചാപ്റ്ററാണ് പറയുന്നത്. അതിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ് കണ്ടിന്യൂസ് സീരീസിൽ മീനും മീഡിയനും മോഡും, സന്തത ശ്രേണിയിൽ മാധ്യം, മധ്യാങ്കം, ബഹുലകം ഇവ കാണാൻ വേണ്ടി 8 മാർക്കിന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് സീരീസിലാണ് ഈ പറയുന്ന മീനും മീഡിയനും മോഡും കാണേണ്ടത്. അതായത് സന്തത ശ്രേണിയിലാണ് മാധ്യവും മധ്യാങ്കവും ബഹുലവും കാണേണ്ടത്. അതിൻ്റെ ഇക്വേഷനും ചെയ്യേണ്ട രീതിയും നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് സ്റ്റെപ്സ് ടുവാർഡ് മേക്കിംഗ് എ പ്രോജക്റ്റ്. എന്തായാലും നിങ്ങൾക്ക് ചോദിക്കും. നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ ലാസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ് ഇത്. നിങ്ങൾക്ക് ഒരു 2 മാർക്കിന് 3 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യനാണ്. ഇത് നിങ്ങൾ കുറിച്ച് വെച്ചത് ഇല്ലാതെ ഒരു എക്സാം പേപ്പർ ഇല്ല. സ്റ്റെപ്സ് ടുവാർഡ് മേക്കിംഗ് എ പ്രോജക്റ്റ്, ഒരു പ്രൊജക്റ്റ് നിർമ്മിക്കാനുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ +1 നമ്മൾ നോക്കി വെക്കേണ്ട ഭാഗങ്ങൾ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.